بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا ربي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. مولاي صل وسلم دائما ابدا على نبيك خير الخلق. الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും അത് ജീവിതത്തിൽ പ്രവൃത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരണപ്പെടാൻ ഈ പുതിയ ഒരു വർഷം ആരംഭിച്ച് പുതിയ ജീവിതം ആവിഷ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസം ഉണ്ടാവുക. തുടക്കം നന്നാവുന്നത് വർഷത്തിന്റെ അവസാനം വരെയുള്ള ജീവിതം ധന്യമാവാൻ കാരണമാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു മജ്‌ലിസും സ്വലാത്തിന്റെ മജ്‌ലിസും വലിയൊരു നിഅമത്താണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു 2 പേര് സ്വലാത്ത് ചൊല്ലി ചെറിയൊരു വിശദീകരണം നമുക്ക് ആവശ്യമുള്ള നസീഹത്തായി ഇവിടെ പറഞ്ഞു അവസാനിപ്പിക്കാം. രണ്ടുപേരെയും അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അഹ്റബി വൽ ഹബീബിൽ അഹ്റബി ഫതഖ്ലു ബൈനനാ ബിൽ കവാകിബി കൽ ബുദൂർ والأشرف منكم يا سيدي خير النبي فهم الأنبر ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا هل لنا مثلك يا سيدي خير النبي وكتبت على الخطا غير حسن وعدا لك أشكو فيه يا سيدي خير النبي إنا نرجو إلى لبس حولك للعطش يوم نشر كتابك سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وجنا للضايا سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي. പുതിയ ഒരു വർഷം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം ആത്മീയമായി നയിക്കണം എന്ന് തോന്നുമ്പോൾ, അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഷയിൽ കൊണ്ടുവന്നാൽ എനിക്ക് നന്നാവണം എന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അതിന് വേണ്ടത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നീ ബുദ്ധിമാനാവുക. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ ദാന നഫ്സഹു, സ്വന്തം ശരീരത്തെ വിചാരണ നടത്തുക. ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, നന്നാവണ്ടേ, മാറണ്ടേ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോയാൽ എന്റെ അവസ്ഥ ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്വന്തത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിമാന്റെ അടയാളം. അയാളാണ് വിജയിക്കുന്നില്ല. ബാക്കിയുള്ള ആളെ കുറിച്ച് ഓരോ വിചാരങ്ങളുമായി നടക്കുകയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ബാക്കിയുള്ള ആളെ കുറിച്ച് മോശം വിചാരം ഒരാളുടെ കൽവിൽ ഉണ്ടാവുന്നത് തന്നെ കഴിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഫുഡ് അയാളുടെ ഉള്ളിൽ എത്തിയത് കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നത് എന്ന് ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മൻഹജുൽ മുതഹറർ എന്ന കിതാബിൽ പറയുന്നു. നമ്മളെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കണം, എനിക്ക് നിസ്കാരത്തിൽ ഖുശൂഉണ്ടോ, ഇബാദത്തിന് രസം കിട്ടുന്നുണ്ടോ, അങ്ങനെ നമ്മളെ കുറിച്ച് അറിയില്ല. എന്നിട്ട് മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഇപ്പോൾ പണിയെടുക്കുക, അഥവാ ആഖിറത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇതാണ് ഒരാൾ ബുദ്ധിമാനാവുന്നതിന്റെ, ബുദ്ധിയോടെ ജീവിക്കുന്നതിന്റെ അടയാളമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട, നന്നാവാൻ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവേണ്ട ഒരു കാര്യം. രണ്ട് കാര്യമാണ് ഈ ഹദീസിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്ന്, സ്വന്തത്തെ കുറിച്ച് വിചാരണ. മഹാനായ ഇയാബിൽ ഖൈസി റളിയല്ലാഹു അൻഹു 10-60 കൊല്ലം ജീവിച്ചിട്ട് സ്വന്തത്തെ കുറിച്ച് ഇങ്ങനെ വിചാരണ. അതിന് ആത്മീയ ഭാഷയിൽ മുഹാസബത്ത് എന്ന് പറയുന്നത് സ്വന്തത്തെ വിചാരണ. സ്വന്തത്തെ കുറിച്ച് വിചാരണ നടത്താൻ ഉമർ റളിയല്ലാഹു അൻഹു അയാൾ നിശ്ചയിക്കാൻ ചെയ്തിട്ടുണ്ട്. ഉമറെ മരിക്കും എന്ന് പറയാൻ വേണ്ടി എന്നെ ആരും ഉപദേശിക്കണ്ട കേട്ടോ, എനിക്കെല്ലാം അറിയാം എന്ന മട്ടൽ കിബറാണ് ശരിക്കും. അതിന്റെ ഒരു ലിബറൽ സിദ്ധാന്തത്തിന്റെ പേരാണ് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എന്റെ കാര്യം ഞാൻ പറയുന്നത്, ഞാനൊരു പെണ്ണിനെ കണ്ടിന് കേട്ടിരിക്കും, ഉമ്മ എതിരാവട്ടെ ഉപ്പ എതിരാവട്ടെ, എന്നെ ഉപദേശിച്ച നീ വരണ്ട, നമ്മൾ കുറെ കാലം ഇത് കാണുന്നു. കിബറിന്റെ അലാമത്താണ്. തോന്നാണ് എന്നെ ഉപദേശിക്കാൻ വേറൊരാള് വരണം. എന്നിട്ട് ശമ്പളം കൊടുത്തിട്ട് ഒരാളെ നിശ്ചയിച്ചു. അയാൾ കാറുള്ള പണി രാവിലെയും വൈകുന്നേരവും ഓരോ തവണ യാ ഉമർ ലാ തൻസൽ മൗത്ത്, ഉമറെ മരിക്കും, ആ ഓർമ്മ വേണം, അതുപോലെ മാത്രം. ഉമർ താടിയുടെ ഈ ഭാഗം നരച്ച സമയത്ത് ഉമർ തന്നെ അയാൾക്ക് ശമ്പളം കൊടുത്തിട്ട് പറഞ്ഞു, കഫാബിൽ മൗതി വാഹിലൻ യാ ഉമർ, ഇനി ഞാൻ കണ്ണാടി നോക്കുന്നത് തന്നെ എനിക്ക് മനസ്സിലാവും ഞാൻ മരിക്കാനായിട്ടുണ്ട്. സ്വന്തത്തെ കുറിച്ച് വിചാരണ നടത്തണം. ഇങ്ങനെ വിചാരണ നടത്തുമ്പോൾ അയാളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആത്മീയ ഭാഷയിൽ മുജാഹദത്ത് എന്ന് പറയുന്നത്. എന്താ മുജാഹദത്ത് എന്ന് പറഞ്ഞാൽ? പതിവായി ചെയ്യുന്ന ഒരു നന്മയോ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമോ മിസ്സായി പോയാൽ ഇനി മേലാൽ അത് മിസ്സാവരുത് എന്നതിന് കടുത്ത ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതിനാണ് മുജാഹദത്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു തവണ തോട്ടം നനക്കാൻ വേണ്ടി പോയപ്പോൾ അസ്ർ ജമാഅത്ത് മിസ്സായി. അതൊരു ശ്രേഷ്ഠമായ കാര്യമാണ് ജമാഅത്ത് നിസ്കാരം എന്നുള്ളത്. മഹാനവറുകൾ മുഹാസബത്താണ്. എന്താ ഉമറേ ഈയൊക്കെ ഇങ്ങനെ അസ്ർ ജമാഅത്ത് മിസ്സാക്കുക, ഈയൊക്കെ ഇങ്ങനെ മിസ്സാക്കിയാൽ പിന്നെ ഈ ഉമ്മത്തിൽ ആരെയൊക്കെ പഠിപ്പിക്കേണ്ടത്? മുഹാസബത്ത് നടത്തുന്നതിന്റെ റിസൾട്ട് മുജാഹദയിലേക്ക് വരികയാണ്. ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ലല്ലോ. ഇനി മേലാൽ ഉമർ ഈ പരിപാടിക്ക് നിൽക്കരുത് എന്നതുകൊണ്ട് 20 ലക്ഷം ദിർഹം വില വരുന്ന ആ തോട്ടം ആ സ്പോട്ടിൽ പാവങ്ങൾക്ക് സ്വതക്കെ. എന്നിട്ട് പറയാണ് ഉമറേ ഇനി മേലാൽ ഇത് ചെയ്തു പോകുന്നത്. ഇതിനാണ് മുജാഹദത്ത്. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോന്റെ പേരാണ്
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മഹാനവർക്ക് ഒരിക്കൽ മഗ്രിബ് അവ്വൽ വക്തി നിസ്കരിക്കും. മഗ്രിബ് ഖളായിനല്ല, അവ്വൽ വക്തി നിസ്കരിക്കും. നമുക്കൊക്കെ ഇഫ്താറിന് എപ്പോഴും മിസ്സാണ്. അവൽ തന്നെ മന്തി ഇപ്പൊ തന്നെ അടുത്തു പിന്നെ വേറിരിക്കാനൊക്കെ ലെവൽ കൊടുക്കാൻ വേറിരിക്കാനാക്കണ്ടല്ല. അബ്ദുല്ലാഹി നമ്മൾ തങ്ങൾക്ക് അവ്വൽ വക്തി മിസ്സായപ്പോൾ മഹാനവറുകളും ശരീരത്തോട് പണിഷ്മെന്റ് കൊടുക്കാൻ നോക്കണം. അബ്ദുള്ളന്റെ രാത്രി ഉറങ്ങണ്ട. അങ്ങനെ അബ്ദുള്ള ഉറങ്ങണ്ട. അന്ന് രാത്രി മുഴുവൻ അവർക്ക് വേണ്ടി ബാധ്യത. ഇതെന്തുകൊണ്ടാണ് മഹാന്മാർക്ക് സാധിക്കുന്നത് എന്ന് വെച്ചാൽ അവര് ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും ചെക്ക് ചെയ്യലോ പണിയെടുക്കലോ ഒന്നുമില്ല. അവര് ചെയ്യുന്നത് അവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. നമ്മളെ പണിയാണ് അയാൾക്ക് പണി പഠിക്കണ്ട. അയാള് ഒരു സ്റ്റേജിന്റെ ആളാണ്, ഇയാളുടെ മറ്റേ ബാച്ചിന്റെ ആളാണ്, ഇയാൾ ഉസ്താമാരുടെ വലിയ ആളാണ്. എനിക്ക് മുമ്പേ പണ്ടേ പഠിക്കില്ല. പിന്നെ മുമ്പേ കുറിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. എനിക്ക് ബാക്കിയുള്ളവരെ അളക്കാനല്ല അള്ളാഹു നമ്മളെ അയച്ചത്. പിന്നെ നമ്മളെ തന്നെ വിചാരണ എങ്കിൽ അയാൾ എത്തിച്ചേരുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണ് ഇയാബുൽ ഖൈസ് റളിയല്ലാഹു അൻഹു 60 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വിചാരണ ഇയാളെ കുറെ ആയാലും ഇവിടെ ജീവിക്കുന്നത്. ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 46 തെറ്റ് ഈ കാലത്തിനിടയിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് നിനക്ക് വേണമല്ലോ. സ്വന്തത്തോട് പറയാം, എത്ര തെറ്റ്? 46 തെറ്റ്. ഈ പറഞ്ഞ തെറ്റിൽ ഒറ്റ ഹാമൊന്നുമില്ല. മഹാന്മാര് സ്വന്തത്തെ കുറിച്ച് തെറ്റ് എന്നൊക്കെ പറയുന്നത് കറാഹത്തുകളൊക്കെ സംഭവിച്ചു പോയ ഒരു വലിയ സംഭവം. ഉദാഹരണത്തിന് അറിയാതെ വലുതുഭാഗത്ത് തുപ്പിപ്പോയാൽ അവർക്ക് അത് വൻകുറ്റം പോലെ, ഒരു ജമാഅത്ത് വിസാവിൽ തന്നെ വൻദോഷം പോലെ അവർ കാണുന്നു. പറഞ്ഞ അവര് തെറ്റിനെ വലിയ കടുപ്പായിട്ടാണ്. കിബിലന്റെ നേരെ തുപ്പിയാല് ശരിക്കും പറഞ്ഞാല് കിബിലന്റെ നേരെ തുപ്പിയ മുഴുവൻ കപവും ആഖിറത്തിൽ നെറ്റിക്കൊട്ടിച്ചിട്ടാ കൊണ്ടുവരാം. അവിടെ പിന്നെ ഈ സാധനം ടിഷ്യൂ ഉണ്ടോ? കിബിലന്റെ നേരെ തുപ്പിയ മുഴുവൻ കപങ്ങളും നെറ്റിക്ക് ഒട്ടിച്ച് ദുർഗന്ധത്തോടു കൂടിയാണ് മനുഷ്യന്മാർ അയാൾ തുപ്പിയ മനുഷ്യൻ. ഞാനിപ്പോ അതിലേക്കല്ല പോകണം. അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളെ വൻ ദോഷത്തിന് സമാനമായി അവർ കാണുകയും 46 തെറ്റങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നിട്ട് എന്താ പണിഷ്മെന്റ് കൊടുക്കുന്നറിയോ? ഒരു തെറ്റിന് പകരം 1,00,000 ഇസ്തിഗ്ഫാർ ചെയ്യും. അങ്ങനെ 46 ലക്ഷം ഇസ്തിഗ്ഫാർ ചെയ്യും ഈ പ്രായമുള്ള ഒരു തെറ്റിന് പകരം 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. 46,000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഓരോ റക്അത്തിലും ഒരു ഖത്മു നിസ്കരിച്ചേക്കണം. 46,000 ഖത്മു. ഇതൊക്കെ ചെയ്തിട്ട് മഹാൻ അല്ലാഹുവിനോട് പറയാ, ഇതെല്ലാം ചെയ്തപ്പോ എനിക്കൊരു പെട്ടെന്നൊരു തോന്നല്, ഇങ്ങനൊക്കെ ചെയ്തപ്പോ എന്റെ തെറ്റിന് ഒത്തിരി 46 ആ തോന്നിപ്പോയത് 47 ആക്കല്ല പറഞ്ഞേ. 46 ആയിട്ടില്ല പാടുള്ളത് തന്നെ. ബുദ്ധിയൊന്നും എന്റെ മനസ്സിലേക്ക് ഇവിടെ പോയതൊന്നും അല്ല, അറിയാണ്ട് അങ്ങനെ തോന്നിപ്പോയതാണ് എന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾ അറിയിക്കുന്നു മഹാന്മാര്. നമ്മൾ ബാക്കിയുള്ളവരെ അളക്കുന്ന പരിപാടി ഈ മാർഗവും ഒരു വൃത്തിയേക്ക് ആ വ്യോമപാത അങ്ങാട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളെ ഇങ്ങനെ അളക്കുക. എന്തെങ്കിലും ജീവിതത്തിൽ 4 റക്അത്ത് ഇശായിൽ ഖുശൂ കിട്ടിയിട്ടുണ്ടോന്നല്ല, അത് കിട്ടിയിട്ടുണ്ടാവില്ല. ഉത്തരം വരിക ഒരു റക്അത്തെങ്കിലും ഖബറിലേക്ക് കൊണ്ടുപോകണം വിചാരിച്ചിട്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുക. ഒരു ചെക്കിംഗ് പരിപാടി നമ്മൾ ആരംഭിക്കുക. ഇതാണ് എന്ന് പറയുന്നത്.
സ്വന്തത്തെ കുറിച്ച് വിചാരണ നടത്തുക. എന്നിട്ട് അടുത്തത് എന്താ ചെയ്യേണ്ടത്? മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ പണി തുടങ്ങുക, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അതിനെന്താ നമ്മൾ ആവേണ്ടത്? അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് ഖബൂലിയത്ത് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ തന്നെ അടിമയാവണം. വേറെ ആരുടെയെങ്കിലും അടിമയായാൽ അള്ളാഹു ചെയ്യൂല. മനുഷ്യന്മാര് പൊതുവെ 4 തരത്തിലാണ് അടിമത്തം ഉണ്ടാവുന്നത്. ഒന്ന് അബ്ദുൽ ദീനാർ, പൈസന്റെ അടിമ. 2 അബ്ദുൽ ഹവ, ശരീരത്തിന്റെ അടിമ. 3 അബ്ദുൽ സൗജ, ഭാര്യയുടെ അടിമ. 4 അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമ. ഇതിൽ ആദ്യം പറഞ്ഞ 3 പരാജയപ്പെട്ടവരാണ്. അവസാനത്തേത് മാത്രമാണ് വിജയിച്ചത്. എന്താണ് ആ അബ്ദുല്ലാഹ് അല്ലെങ്കിൽ ബാക്കി അബാദിലത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് വിശദീകരിച്ച് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. ഒന്നാമത്തത് അബ്ദുൽ ദീനാർ, പൈസന്റെ അടിമ. അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പൈസന്റെ മേൽ ഡിപ്പെൻഡ് ആണ്. എന്ത് ചെയ്യണമെങ്കിലും ഇയാൾക്ക് എന്ത് നഷ്ടം, എന്ത് ലാഭം എന്ന് ആലോചിക്കാതെ അയാൾ ഒന്നും ചെയ്യൂല. അയാളും കാൽക്കുലേറ്ററും ഏട്ടനനിയന്മാരായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ പുസ്തകം നിരക്കൂട്ടി കൊണ്ടുപോകും. ചെറിയ നാട്ടുകാർ ആദ്യം മൂപ്പരൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാം. നാട്ടിൽ നിന്ന് ചോദിക്കാൻ 200 ചെറിയ അതിന്റെ വണ്ടി ഫീൽ കൊടുക്കും. ഒന്നുമില്ല, വണ്ടി എനിക്കെന്ത് നഷ്ടം, എനിക്കെന്ത് ലാഭം എന്നതായിരിക്കും ആലോചിക്കും. അതാണ് അബ്ദുൽ ദീനാറിന്റെ പ്രശ്നം. ശരിക്കും ദീനാർ എന്ന് പറഞ്ഞാൽ പണം എന്ന അർത്ഥത്തിലാണ് കിതാബ് അതിന്റെ ടേം യൂസ് ചെയ്യുന്നത്. ദീനാർ, ദീനും അതുകൊണ്ട് വാങ്ങാൻ പറ്റും, പണം കൊണ്ട് നരകവും വാങ്ങാൻ പറ്റും. ഏതാണോ ഓപ്ഷൻ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യാൻ പറ്റുക അത് ക്ലിക്ക് ചെയ്തോളി എന്നതിന്റെ അർത്ഥം. എത്ര മനുഷ്യന്മാര് പ്രവാസ ലോകം കൊണ്ട് തീ വാങ്ങുന്നവരുണ്ട്, അതേ പ്രവാസ ലോകത്ത് തന്നെ നരകം വാങ്ങുന്നവരുണ്ട്. അതാണ് ദീനാർ എന്ന് പേര് വരാനുള്ള കാരണം എന്ന് മഹാന്മാരെ. ഇയാളുടെ ഏത് ചിന്തയിലും പണം, അതാണ് എന്റെ പണം പണം പണം. അത് പൈസന്റെ എന്താ കച്ചവടത്തിന് നിന്നിട്ടില്ല. സാധാ സ്ഥല കച്ചവടത്തിന് സജീവയ്ക്ക് ഞാൻ നിന്നിട്ടില്ല. എന്താ ഏട്ടനാണ് ആ സ്ഥലം എടുക്കണത്, ഞാൻ നിന്നാൽ ഒന്നും കിട്ടൂല. വൈഫിനാണ് സാധനം വാങ്ങി കൊടുക്കുന്നതൊക്കെ തന്നെ 2 കിലോ ആപ്പിൾ വാങ്ങാൻ പറഞ്ഞാൽ 2 ഷോപ്പ് കീപ്പർ പറഞ്ഞാൽ പോലും വേണ്ട. ഒരു ഉടനത്തെ കാൽക്കുലേറ്റർ കണക്കൂട്ടിട്ടുണ്ടോ? അപ്പൊ ഷോപ്പ് കീപ്പർ ആപ്പിൾ വേണമെങ്കിൽ കിട്ടും. അപ്പൊ 1.8 ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. ഇങ്ങനെ പണം 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 എന്ന് ചിന്തിച്ച് ജീവിതം നയിക്കുന്ന മനുഷ്യന്റെ സ്വതന്ത്രിക്കാൻ കഴിയില്ല, ചെലവിന് കൊടുക്കാൻ കഴിയില്ല, ഒട്ടും ചെയ്യാൻ കഴിയില്ല. അയാൾ വലിയ പിശുക്കനായി മാറുന്നു. കഫം മുടക്ക് കീശയില്ലാത്തോണ്ടൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അഥവാ ഇയാൾ മരിച്ചിട്ട് വല്ല രവിയോ വലിയോ കറാമത്തോണ്ട് എണീപ്പിച്ചും വിചാരിച്ചോ പൈസ ഇയാൾക്ക് കിട്ടുകയില്ല. ഒരിക്കലോടുകൂടി പണം അൻപരാവശ്യങ്ങൾ. അതാണ് ഖുർആൻ പറഞ്ഞത്. ലിയോപോൾഡ് വൈസ് ഇസ്ലാമിലേക്ക് വരാൻ കാരണമായ ആയത്തും കൂടിയാണ്. അൽഹാകും മുത്തകാസുർ ഹത്താ സുർതുൽ മഖാബിർ. ഈ പൈസ ഞാൻ അൻപൽ പരിപാടിയൊക്കെ ഹത്താ സുർതുൽ മഖാബിർ കബറിലെത്തുന്നവരെ ഉണ്ടാവും. ഇതാണ് അബ്ദുൽ ദീനാറിന്റെ പണം. അതാണ് അയാൾ എന്ത് ചെയ്യുമ്പോഴും പണത്തെ കുറിച്ചാണ്. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് നഷ്ടം. രണ്ടാമതൊരു അടിമയുണ്ട്. അതായ അബ്ദുൽ ഹവ, ശരീരത്തിന്റെ അടിമ. ശരീരം ഉറങ്ങണമെന്ന് വിചാരിച്ചു എത്രയാണ് തിന്നു മതി, എനിക്ക് തിന്നണം തോന്നി തിന്നോ. അത്
അതിന്റെ പുതിയ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. ശരിക്കും ലിബറലിസം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അടിമയാണ് അതിന്റെ പുതിയ ആധുനിക വേഷം. ഇവർക്ക് പ്രധാനമായിട്ടുണ്ടാവുക മൃഗങ്ങളുടെ സ്വഭാവമായിരിക്കും, മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാവും. മനുഷ്യൻ ക്വാളിറ്റി കൂടിയാൽ മലക്കിലേക്ക് മനുഷ്യത്വം എത്തും, ക്വാളിറ്റി പോയാൽ ഹയവാൻ ജന്തുവിലേക്ക് എത്തും. അതാണ് ലഹരി മനുഷ്യനെ ജന്തുവിലേക്ക് എത്തിക്കും. അവർ മൃഗതുല്യരാണ്, മൃഗത്തെ പോലെയാണ്. പിന്നെ ഖുർആനെ മാറ്റി പറഞ്ഞു, അല്ല മൃഗത്തിനെ പോലെയൊന്നല്ല, മൃഗത്തെക്കാളും അതപ്പുറത്തത്. ആരെപ്പോലെ? ആദ്യം ഖുർആൻ പറഞ്ഞു ഇയാൾ മൃഗത്തെ പോലെയാണ്, പിന്നെ ഖുർആൻ പറഞ്ഞു അല്ല മൃഗത്തെ പോലെയല്ല, മൃഗത്തെക്കാളും അതപ്പുറത്ത്. ആരെപ്പോലെ? ആരെപ്പോലെ എന്ന് പറയും ഇവനേക്കാൾ പൊട്ടിയില്ലാത്തതുകൊണ്ട് അള്ളാഹു അവിടെ നിർത്തിയാണ്. MDMകാരനെ കുറിച്ചാണ് പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിന്റെ അഡിക്ഷൻ ടീമിനോട് കുറിച്ചായി പറയുന്നത്. നമ്മൾ അഡിക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഇപ്പൊ അഡിക്ഷനെ കുറിച്ചിട്ട് ഇവിടെ ഞാനൊരു ക്ലാസ് എടുത്താൽ നമ്മളെ പാരന്റ്സ് ആയ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, നമ്മളൊക്കെ ചിന്തിക്കും ഈ കാരണം നമുക്കൊരു കുറവില്ല എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും ആലോചിച്ചത്. നമ്മളും ഈ അഡിക്ഷനെ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെറുതെ നോക്കി വെക്കാൻ. നമ്മളെ ഫോണ് സ്വിച്ച് ഓഫ് ആയി, അല്ലെങ്കിൽ വൈഫൈ കിട്ടുന്നില്ല, ചാർജർ കാണുന്നില്ല, പവർ ബാങ്ക് കാണുന്നില്ല. അന്നേരം നമുക്ക് ഈ മൊബൈൽ ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോൾ എന്തെങ്കിലും ഇതന്നെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച വന്നേ ഭാരതിന്റെ ഡ്രൈവറെ പേരാണ് മൃഗങ്ങളുടെ സ്വഭാവമുള്ള ആളാണ് ഈ അബ്ദുൽ ഹവ എന്ന് പറയുന്നത്. എന്താ മൃഗങ്ങളുടെ സ്വഭാവം? ഉദാഹരണത്തിന് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവികളിൽ പോയ ദുസ്വഭാവങ്ങൾ, അതിനെ കുറിച്ച് മാത്രം ധാരാളം കിതാബുകളുണ്ട്. നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത പക്ഷികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ സ്വഭാവം പറയാം. ഞാൻ അതിന്റെ ചെറിയൊരു പാർട്ട് മാത്രം ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും. 4 പക്ഷികളുടെ സ്വഭാവം നിനക്ക് ഉണ്ടാവുക. ഏതൊക്കെയാണ് 4 പക്ഷികൾ? ഒന്ന് നമ്മളെ മയിൽ. നമ്മളെ മയിൽ എന്ന് പറയാൻ കാരണം ദേശീയ പക്ഷിയായതിന്റെ ബഹുമാനം കൊടുത്തതാണ്. ഒറാബ് കാക്ക, ദീക്ക് പൂവൻകോഴി, നസ്ർ പരുത്ത്. എന്താ ഇവരുടെ പ്രശ്നം? കിബറുൻ വശഹവത്തുൻ വഹിർസുൻ വഅജബുൻ വഹാദിഹി അഖ്ലാഖു അസ്ഹാബിൽ കദിബ്. ഈ മയിലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കിബറാണ്. ഭീതി വിടർത്തി കഴിഞ്ഞാൽ മൂപ്പർക്ക് ഒരു തോന്നലാണ് ഞാൻ തന്നെ ലോകത്തെല്ലാം അങ്ങനെ ഉണ്ടാവും. ചില ആള് പുതിയ വണ്ടിയൊക്കെ എടുത്താലുണ്ടാവും, സ്ഥാപനത്തിന്റെ മുറ്റത്തിൽ വന്നിട്ട് ഒരു 3 ഒച്ചത്തിൽ അടിച്ചിട്ടൊരു കളി. ഭയങ്കര പ്രശ്നം. നമ്മൾ പുതിയ എന്തെങ്കിലും വാഹനം, വാച്ച്, ഫോണ്, മോതിരം, വസ്ത്രം ഉപയോഗിച്ചാൽ കിബറാന്നല്ല ഉണ്ടാവും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സന്തോഷവും ഒരു തയ്പ്പൊക്കെ ഉണ്ടാവും. അത് കിബറല്ല. ഉദാഹരണത്തിന് ഞാനിപ്പോ പുതിയ മോതിരിട്ടാൽ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ഇവർ തന്നെ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് അത് കിബറൊന്നുമല്ല. ഉറപ്പല്ലേ? ഞാനിപ്പോ പുതിയ ഫോണോ ഉപയോഗിക്കുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെറുതെ നോക്കിക്കൊണ്ടു സമയത്തിന്റെ ഏട്ടം പുതിയ അത്രേ പറയാൻ പറ്റും. അത് കിബറൊന്നും പറയാൻ പറ്റില്ല. വേറെ കിബറൊക്കെ കിബറെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ നിസ്സാരപ്പെടുത്തുക. അതിനാണ് ഒരു കടുകു മണിയുടെ അത്ര കിബർ വരേണ്ട കൽവിലുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ കിടക്കൂല. മുഹമ്മദ് ക്യാൻസർ ഒക്കെ വന്നാൽ കൂടിപ്പോയ സമയത്തെ വിളിക്കണം. അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ കിബർ വന്നാൽ ചത്തു. കിബർ വന്നാൽ ചത്തു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കിബറില്ല. അതാണ് ഈ മയിലിന്റെ ഒരു പ്രശ്നം. പീലി വിടർത്തി കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. ചില നാട്ടിലുള്ള തട്ടാമയക്കൊക്കെ ഉണ്ടാവും. പുതിയ മാലേനെ പറഞ്ഞതിനെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ സംഭവം. അങ്ങനെ നമുക്ക് തോന്നരുത്. കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ 3 അടയാളങ്ങളുണ്ട്. ഒന്ന്, പാവപ്പെട്ടവർ ക്ഷണിച്ച പരിപാടിക്ക് പോകില്ല, പണക്കാരെ വിളിച്ച പരിപാടിക്ക് പോകും.
പാവപ്പെട്ടവർ പണക്കാർ എന്ന് പറഞ്ഞാൽ പണം എന്ന അർത്ഥത്തിലല്ല കേട്ടോ, സ്ഥാനമാനങ്ങളുള്ളവർ. ഉദാഹരണം നമ്മുടെ നാട്ടിലെ ഖത്തീബ് ഉസ്താദിന്റെ മോളെ കല്യാണത്തിന് നമ്മുടെ ഭയങ്കര സംഭവിച്ചു, അല്ലെങ്കിൽ ഒമാനിൽ ഒന്നിച്ച് ഫ്ലാറ്റുള്ള ഒരു ഹാജിയാരുടെ മോളെ കല്യാണത്തിന് ദൂരെയായിട്ട് പോയി നമ്മൾ വണ്ടിയെ പെടുത്തി ഫാമിലി പോയി. അതേസമയത്ത് നമ്മള് 3 വീടപ്പുറത്തുള്ള ഒരു പാവപ്പെട്ട മോളെ കല്യാണത്തിന് നമ്മളോട് ഭാര്യ വെച്ച് വരുന്നില്ലേ, ഇല്ല എനിക്ക് കമ്പനിയുടെ മീറ്റിംഗ് അടച്ചു ചെയ്തുകൊണ്ട് പെട്ടെന്ന് പോക്കറ്റ് കൊണ്ടുപോയി എനിക്ക് ഒരു 500 രൂപ എടുത്ത് കൊടുത്തു. അതൊന്നും നമുക്ക് സംഭവിക്കത്തില്ല. രണ്ടാമത്തത് ആരെങ്കിലും ഒരു തെറ്റ് തിരുത്തി കൊടുക്കാൻ മൂപ്പരുടെ അഭിപ്രായത്തിനെതിരെ മീറ്റിംഗിലോ വല്ല സഭയിലോ ഒരു എതിരഭിപ്രായം വന്നാൽ, പ്രത്യേകിച്ച് ജൂനിയറായ ആൾ എതിരഭിപ്രായം വന്നാൽ ഹലോ കുറെ കണ്ടതൊക്കെ അംഗീകരിക്കുക. അവിടെ പറയുന്നത് ശരിക്കും നമ്മളവിടെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, തിരിച്ചു തന്നു നന്നായി പറഞ്ഞ അയാൾക്ക് ദ്വാരക്കാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ അടയാളം വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോകാൻ അയാൾക്ക് വേണ്ടി, വീട്ടിലേക്ക് സാധനം എല്ലാം വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടി. ഉദാഹരണത്തിന് നാട്ടിൽ പോയാലോ ഭാര്യയോ ഉമ്മയോ മാമയോ വീട്ടിലേക്കുള്ള സാധനം അങ്ങാടി പോയിട്ട് വാങ്ങാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും മൂർധന്യത്തിലുള്ളത് അഹ്മദ് ബിൻ ഹംബൽ കുറിച്ച് ആ നാട്ടുകാർ പറയുന്നത് ബത്തക്കയും കക്കിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകാറുണ്ട് റോഡിലൂടെ. നമുക്ക് അങ്ങനത്തെ ഒരു തോന്നലുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പ്രവാസി സംഘമായ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ ഗേറ്റ് കീപ്പർ നമ്മൾ ഓണടിച്ച സമയത്ത് തുറക്കണില്ല, ചപ്പാത്തി നമ്മൾ ആ 2 തക്കാഫിലോടത്തിന്റെ കീബറാറ്റ വയസ്സുകാരനോട് കാണിച്ച് ഇതിനെ കുറിച്ച് നരകത്തിലൂടെ പോയി സിമ്പതിയോടെ പെമ്പതിയും കൂടെ പിന്നെ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ മുഴുവൻ എന്ന വ്യാഖ്യാനം. ഈ ഒരു ആംഗിളിൽ എന്ന കിതാബിൽ കാണാം ചില ആൾക്കാർക്ക് ഒരു സൂക്കടുണ്ട്. ആ സൂക്കട് നാട്ടുകാരെ മനസ്സിൽ വലിയാടാൻ വേണ്ടിയിട്ട് മഹാന്മാരായ തമ്മമാരും ഉസ്താമാരെ വീട്ടിലേക്ക് ക്ഷണിക്കുക. എന്റെ പ്രായമൊക്കെ നിൽക്കാവുന്ന കഴിച്ചത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വർക്കത്തിന് വേണ്ടിയിട്ടല്ല ഉപ ചെയ്യുന്നത്, പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പിക്കാനാണ്. എങ്കിൽ അയാൾ നശിച്ചു പോകാൻ അതുകൊണ്ട് നമ്മളൊരു ഉസ്താദിനെ തങ്ങളിൽ വീട്ടിലേക്ക് വിളിക്കേണ്ടതും മോഡലിക്കേണ്ടതും നാട്ടുകാർ മുമ്പിൽ ഞാനും തമ്മിൽ കാണിക്കാനല്ല. അതിനൊക്കെ കുറെ വിശദീകരണം ചെറായിമാമെന്ന് തുറന്നു പറഞ്ഞു. ചില മഹാന്മാര് വഫാത്തായാൽ ചിലയാൾ പൊങ്ങി വരും, എന്നിട്ട് പറയും ഞാൻ ആ മഹാൻ ഭയങ്കര ബന്ധമായിരുന്നു, ജീവിതകാലത്ത് ഒരു ബന്ധം ഉണ്ടാവില്ല. അതൊന്നും നമ്മൾ മയിലിന്റെ സ്വഭാവത്താണ്. രണ്ടാമത്തത് പൂവങ്കോഴിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതമായ ലൈംഗികതാണ്. എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു കിടക്കോയിൽ കണ്ടാൽ മുമ്പേ ഒന്ന് കണ്ടടിച്ചിട്ടേ പോകും. അതേപോലെ നല്ല വായുണ്ടാവും, അതിൽ കൂടെ വിശദീകരിക്കാൻ. മൂന്നാമത്തത് പ്രശ്നം വെച്ചാൽ അല്ല വയറ് നിറച്ച് തിന്ന് കഴിഞ്ഞിട്ടാണ് കാക്ക വരുന്നതെങ്കിൽ ഒരു ഇലക്ട്രിക് കമ്പി തട്ടിയിട്ട് ഈ ചത്ത് വീണിട്ടുണ്ടെങ്കിൽ മുമ്പിലൊക്കെ നോക്കിയിട്ടേ പോകും. അങ്ങനെയുണ്ട് ചിലയാണ്. മന്തി, ചപ്പാത്തി, പിന്നെ സാദാ ബിരിയാണി, നൂൽപുട്ട്, പൊറോട്ട എല്ലാം തിന്നു
അവർക്ക് അതിന്റെ അയാൾ ഐസ്ക്രീം അവിടെ കൊണ്ടുവച്ചാൽ വേണ്ട വേണം ഫുള്ള് കുറച്ചെടുക്കും. അതെല്ലാം തമാമായി എല്ലാം നിന്ന് പിന്നെ ഫ്രൂട്ട്സ് ഒന്ന് പിന്നെ കിച്ചണിലേക്ക് ഫ്രൂട്ട്സിന്റെ പ്ലേറ്റിൽ കൊണ്ടുവന്ന് ഇതൊരു നാടൻ അലച്ചിയാണ്. ഇത് ഫോറൈൻ അലച്ചിയിലേക്കാണ് പ്രവാസികൾ. അതെന്താ നമ്മുടെ നാട്ടിലൊക്കെ സെറ്റിലായി. നമ്മുടെ ഉപ്പ കുറച്ചു കാലം കൂടി ഇവിടെ ജോലി ചെയ്തു. ഉപ്പ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് മെസ്സേജ് ചെയ്ത് വന്നപ്പോ വെട്ടിയൊക്കെ വിളിക്കുമ്പോ ഒരു പുതിയ ഐഫോൺ കാണില്ല. നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മളെ ഫോൺ ഒരു മാസമായിട്ട് ഉപയോഗിക്കുമ്പോൾ പുതിയ റിലീസ് ചെയ്തിട്ട് എടുത്തു. സോ ആ ഫോൺ ആവശ്യം. പിന്നെ മാത്രമല്ല ഉപ്പാക്ക് ഒരു സേവനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാക്കിയുള്ളവരുടെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം കൂടിയാണ്. അപ്പൊ ആരുടെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ അത് നമ്മൾ മനസ്സിൽ കൊടുത്തിട്ടു. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉമ്മാന്റെ ടേബിളിന്റെ മേലെ ബോക്സോടുകൂടി ആ ഫോൺ കുടിക്കാത്തതായിട്ട് കണ്ടപ്പോൾ നമ്മുടെ ഉമ്മയുടെ വെച്ച് അത് നമ്മുടെ ബോസ് തന്നതാണ്. ഏതായാലും നീ നാട്ടിൽ പോണല്ലേ എടുത്തോളി, ഒരു ഹദിയ എനിക്ക് തന്നതാണ്. 5 മാസം 2 എവ്വാറുണ്ട് ഐഫോൺ എന്ന് ഉപ്പ പറയലോടുകൂടി നമ്മുടെ അലച്ച പ്രതി സ്റ്റാർട്ടാക്കിയിട്ട് ആർക്കും വേണ്ടെങ്കിൽ കിട്ടിയാലും മതിയാലും നീ ഇപ്പോഴൊക്കെ ഈ ഫോൺ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു പുതിയ ഫോൺ വാങ്ങിത്തരാന്ന് പറഞ്ഞ അതന്നെ അലച്ച പല മോഡലും ഉണ്ടാവും. ചിലര് വളരെ സാഹിത്യ സമ്പുഷ്ടമായി അലച്ച കളിക്കും. ഞാൻ പണക്കാരനായ ഒരാളുണ്ടായിട്ട് വേറൊരു സാധനം ആവശ്യമുള്ളതായിട്ട് തോന്നുന്നു. നല്ല ഡ്രസ്സാണല്ലേ പക്ഷെ ക്യാഷ് ഇല്ലാതാക്കിയിട്ടില്ല. മലയാളത്തിൽ അശ്ലീലം അങ്ങനത്തെ വൃത്തികളൊന്നും ഉണ്ടാവില്ല. ഹിന്ദുസ്ഥാൻ അഞ്ചിനോ ഹിന്ദുസ്ഥാൻ കുഴപ്പമില്ല. ഹിന്ദുസ്ഥാൻ ഈജിപ്റ്റ് ഭൂമി വെച്ച് നമ്മൾ പോകണമെന്നില്ലല്ലോ. നമുക്ക് അതാവ് ആ കഴിവ് പുതിയ ഓരോ വിതരണം നമ്മൾ തുടങ്ങി മനുഷ്യമാനം ജീവിതത്തിൽ ഹജ്ജ് എന്തെന്ന് പഠിപ്പിച്ച മഹാന മുഹദ്ദം എന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫ അതിനെ വിശദീകരിച്ച ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹ് നടത്തിയത്. ആ അബൂ ഇസ്ഹാഖ് ജീവിതത്തിൽ ഹജ്ജ് പോയിട്ടില്ല. എന്താ കാരണം? സ്വന്തം പണമില്ല. മഹാനെ കുറിച്ച് ഇമാമിന്റെ തദ്കിറയിൽ കാണാം, വേണമെങ്കിൽ ശിഷ്യന്മാര് ലക്ഷക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാര് കണ്ണിന്റെ കോളന്റെ മേലെ എത്തിയിട്ട് പുസ്തകം ഹജ്ജ് കൊണ്ടുപോകും. അത് എടുത്തിട്ടില്ല. എനിക്ക് ഹജ്ജ് നിർബന്ധമില്ല, അതുകൊണ്ട് ഞാൻ പോകില്ല. എന്ത് ഹജ്ജിന് പോയില്ല? അത് വലിയൊരു അധ്യായം. നാലാമത്തെ ഒരു ജീവിയാണ് നഫ്സ്, പരുന്ത്. അതിനെന്താ ദുസ്വഭാവം എന്ന് വെച്ചാൽ ഉൾനാട്യം. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാന്നുള്ള വിചാരം. താഴെ ഇറങ്ങാനുള്ള മടി എന്നാണ് എന്റെ താഴെ ഇറങ്ങൂല. ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം പറയാം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വളരെ ടെൻഷനായി ഞാൻ പോവാ. അപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ഞാൻ കേൾക്കുന്നത്, ഇന്നലെ വരെ നമുക്ക് ഒട്ടകത്തിന്റെ പാല് കിടന്നത് സിദ്ദീഖ് റളിയല്ലാഹുവാണല്ലോ, ഇന്ന് നമുക്ക് ഒരേ കിട്ടൂലല്ലോ, ഒരു ഖലീഫയായി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു ആ വീട്ടിൽ പോയി ഇന്നലെ വരെ പാല് കിടന്നാണ് ഇന്ന് സമയം എന്ന് പറഞ്ഞാൽ ഞാൻ റീജിയനിൽ എത്തി വിചാരിച്ചിട്ട് പ്രവാസി വാഹന സർക്കാർ യൂണിറ്റിലേക്ക് ഇറങ്ങുന്നതിന് ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ ചില ആൾക്കാരും കൗൺസിൽ ലീഡറായി കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ഭയങ്കര ഹൈക്കമാൻഡ് ഉത്തരവിടലാണ് പിന്നെ വർത്താനം. അതൊന്നും അത് പറ്റില്ല.
കുറച്ച് താഴേക്കുള്ള ഇറങ്ങാൻ പഠിക്കും. മേലെ എന്തൊക്കെ ഇതാണ് അബ്ദുൽ ഹവന്റെ അവസ്ഥ. കുറെ വൃത്തികെട്ട സ്വഭാവം. മൂന്നാമത്തെ അബ്ദാല അബ്ദുൽ സൗജ, ഭാര്യയുടെ അടിമ. അതെന്താ പറയുക? പെൺകൂസ് എന്നാണ് അർത്ഥം. പെൺകൂസ്. ഇപ്പൊ ഒന്നാമത് നമ്മുടെ പ്രവാസികൾ മുഴുവനും ആയിഷ ബീവിയെ ഓട്ട മത്സരത്തിൽ നടത്തുന്ന കഥ മാത്രം പറയുന്നുണ്ട്. കുറച്ച് സംഗതികളാണ്. ഇവിടെ പെണ്ണുങ്ങൾ കൂടി പ്രഭാഷണം കേൾക്കാനുള്ളതുകൊണ്ട് ഇത് അധികം വിശദീകരിക്കുന്നിടത്തും പരിമിതിയുമുണ്ട്. നീ പറയാൻ വരുന്നുണ്ടെന്നല്ല പറയുന്നത്. നമ്മൾ ഒരാളുടെ അഭിപ്രായം കേട്ടിട്ട് ഒരിക്കലും തീ കുറവ് വരുത്താൻ പാടില്ല. ഭർത്താവാണ് ഭാര്യയെ പരിഗണിക്കുകയും അതാണ് അതിന്റെ വല്ല. നാലാമത്തതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് ഈ മൂന്ന് ടീമും തോറ്റ ടീമാണ്. നാലാമത്തത് അല്ലാഹുവിന്റെ ഇവരെ വിജയിച്ചു. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് 5 പ്രത്യേകതകളുണ്ട്. ഒന്ന്, അവരെന്ത് നേട്ടം കിട്ടിയാലും അള്ളാന്റെ അടുത്ത് നിന്നാണെന്ന് വേഗം സംഭവിക്കും. സീസൺ അല്ലാത്ത കാലത്ത് ഫ്രൂട്ട്സ് തിന്ന കണ്ടപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് സഖിയ അലൈഹിസ്സലാം ചോദിച്ചു, ഇതെവിടുന്നാ ഇത്രയും ഡിലീഷ്യസ് ആയ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടിയത്? മഹദി പറയാ, ഞാൻ ഡെയിലി രാവിലെ തന്നെ ഷോപ്പ് തുറക്കും. ഞാൻ അകന്നു വേഗം അള്ളാഹ്. അതാ ഫസ്റ്റ് അള്ളാഹ്. അങ്ങനെ പറയുന്നത് രാവിലെ ഷോപ്പ് വെച്ചിരിക്കുന്ന അതെല്ലാം പിന്നീട് പറയുന്ന കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ അള്ളാഹുവിനോട് ഇത്രയും നേട്ടം എങ്ങനെ സമ്പാദിച്ചു? ഇപ്പോഴൊരു കോൺഗ്രസ് മൈക്ക് വന്നിട്ട് നമ്മളെല്ലാവരും ഒന്ന് സെൽഫി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ പരിചയപ്പെടും? ഞാൻ അപ്പിയായിട്ട് കണ്ടിട്ടുണ്ട്. ഹാർഡ് ക്യാമ്പസിൽ പേപ്പർ പ്രസന്റ് ചെയ്യണമെന്നത് ഇതാണ് പുതിയ കാലത്തെ മാസ്റ്റർ പീസ് ഡയലോഗ്. എല്ലാവരും ഞാൻ ഭയങ്കര സംഭവമാണ് തെളിയിച്ചു. അതിന് വെസ്റ്റേൺ സൈക്കോളജിക്ക് ഭയങ്കര പങ്കുണ്ട്. പല്ലേക്കാണെങ്കിൽ ആളിൽ തന്നെ 10 വട്ടം കണ്ണാടി നോക്കിയിട്ട് അയാമോ ഒക്കെ പറയാനെന്നാ പറയുക. അസൈൻമെന്റിന്റെ ഈ വെസ്റ്റേൺ സൈക്കോളജി എന്ന് പറയുന്ന സാധനം ചിലപ്പോഴൊക്കെ തസവുഫുമായി ഏറ്റുമുട്ടുമ്പോൾ നമുക്കൊരു ബോധ്യവും നമുക്കൊരു യാദൃശ്ചികം ഉണ്ടാവും. ഒരു സാധാരണ മജ്‌ലിസായതുകൊണ്ട് അതിന്റെ ലെവലിലേക്ക് പോകുന്നില്ല. എല്ലാം രണ്ടാമത്തത്, ഞാൻ എന്ന് പറയുന്ന സംഗതിയെ പരമാവധി ഒഴിവാക്കുക, സബ്ജക്റ്റ് ആക്കാതില്ല. ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷണം എന്താ പറയുക? അബ്ദുള്ള എന്ന് പറഞ്ഞു, അള്ളാന്റെ അടിമയാണെന്ന് പറഞ്ഞു. തങ്ങളോട് എന്ത് വെച്ചാലും പലപ്പോഴേ ആൾക്കാർ വരും. ഉദാഹരണം പറഞ്ഞാൽ തങ്ങൾ അതിങ്ങനെ നെൽത്തിരിക്കുന്നത്. അപ്പൊ തങ്ങൾ പറയാം, അജിരുസ് കമയ ജിരുസുൽ അഹ്ദുൽ, ഒരടിമയിരിക്കുന്ന തങ്ങൾ അതിങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ തിന്നുന്നത്. ആക്കുൽ കമായ എക്കുലുൽ അഹ്ദുൽ, ഒരടിമ തിന്നുമാല് തിന്നണം. ഞാൻ ഒരാളാണ്, അത് ഭയങ്കര വിധേയത്താണ്. അതുകൊണ്ടാണ് തങ്ങളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അല്ലാഹു പരമാവധി പറയുകയും ചെയ്യും. അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്റെ അടിമയാണ്. അത് ഹിന്ദുവിന്റെ അൽഖഫിലില്ലേ, അൽഹംദുലില്ലാഹി അല്ലദീ അൻസല വഅഹ ഇലാ അബ്ദിഹി മാ ഹുവ സുബ്ഹാനല്ലദീ അസ്റാ ഫി അബ്ദിഹി. ഭയങ്കര ക്വാളിറ്റിയാണ്. ലിബറൽ കാലത്ത് ആ ക്വാളിറ്റി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പരമാവധി വ്യക്തിയെ സംസാരിക്കുമ്പോൾ അത് ഭൗതിക തലത്താലും ആത്മീയ തലത്തിലും. ഭൗതിക തലത്തിലാണെങ്കിൽ ഉദാഹരണത്തിന് നാട്ടിൽ നിന്നാണെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ വാട്സപ്പിൽ വോയിസ് അയക്കണമെങ്കിൽ അങ്ങോട്ട് വോയിസ് അയക്കും. ഫോൺ കട്ടാക്കിയത്
ഇപ്പോഴുള്ളത് വന്ദേ ഭാരതിലാണ്. ഈ വന്ദേ ഭാരത് എന്ന് പറയുന്ന അണ്ടകടാട പറയാൻ ഒരു ഇഷ്യൂ ഇല്ല. കാരണം ടിക്കറ്റ് മുതലല്ലേ ചിലപ്പോ അങ്ങനെ പോലീസ് പറയുന്നത് അത്ര നോക്കി ടിക്കറ്റ് കിട്ടിയില്ല. ഇത് ആത്മീയ മേഖലയിലും ഉണ്ടോ? മർക്കസിലും പോയിട്ട് ഇങ്ങോട്ട് പോകും പോയി മുതലാണ്ട് ഇതിൽ പോയ മുതലാണെങ്കിൽ പോയി സേക്കണം. ഉള്ളിനുള്ളിൽ ഇതായിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയത് ഒരു സുഖം. എനിക്ക് പറയുമ്പോഴും നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ രോഗം ഈ ഞാൻ എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനെ കത്തിച്ചു കളയാത്ത കാലത്തോളം അതാണ് മഹാന്മാർ ഒരു കിതാബ് തരുന്നത്. ആ കിതാബിനെ അവരെ കൊടുത്ത പേര് ഞാൻ എന്ന ബിംബത്തിന് തകർത്ത് കളയുക. എന്നിട്ട് നീ നിന്റെ അടുത്തേക്കുള്ള ചെറുതാവും. നിന്റെ അടുത്ത് നീ ചെറുതായാൽ എന്നെ ഉമ്മച്ചില്ല, എനിക്ക് അസുഖം വരില്ല. നിന്റെ അടുത്ത് നീ ചെറുതാണല്ലോ. അങ്ങനെയാണ് ഔലിയാക്കളായത്. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് സ്വത്ത് ഒരാളുടെയും ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പൊ സിദ്ദീഖുള്ള ഇത് കേട്ടാ ശരിക്കും ചിരിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ അങ്ങനെ പറഞ്ഞു സ്ഥാപനത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെന്താ, ഞാനിപ്പോ രാജിക്കുകയാണെങ്കിൽ തങ്ങളോ ഉസ്താദൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, തുടരാൻ ഞാൻ രണ്ടേറുള്ളൂ. സിദ്ദീഖുള്ള ഇത് കേട്ടവരെന്താ പറയുന്നത്, പറ്റ കഴിച്ചു സിദ്ദീഖുള്ള പറയാ തങ്ങളെ തരാണ് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തകർത്താൻ നോക്കി. ഹിജറയിലെ ഒരു ഗ്ലാസ് പാല്, ഹിജറന്റെ ചരിത്രം പറയേണ്ട കാലം, പാല് കിട്ടിയപ്പോ സിദ്ദീഖ് നല്ല ദാഹം കണ്ടോ, തങ്ങൾ പകുതി കുടിച്ചു. കുടിക്കുകയാണ് ഫുള്ള് കുടിപ്പിച്ചു. എന്നിട്ട് ആ കാലി ഗ്ലാസ് നോക്കിയിട്ട് പറഞ്ഞ എന്റെ ദാഹം മാറി. എന്റെ അർത്ഥം ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം എന്റെ ഹബീബായ ഞാൻ എന്ന് പറയുന്ന ആ ബിംബത്തെ പൂജിക്കുമ്പോഴാണ് ഈ രോഗങ്ങൾ, അസൂയ, ഈ അസുഖങ്ങൾ എന്നെ പരിരക്ഷിച്ചില്ല, എന്നോട് ഈ അസുഖം നമുക്ക് വരാതിരിക്കട്ടെ. ഇനി പറയാൻ പോകുന്നത് അഞ്ചുതയായി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റുകളാണ്. അത് കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരാൾ അഞ്ചുതയായി കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അയാൾ ഹൈറിൽ എത്തിക്കാൻ വേണ്ടി അല്ലാഹു വിവിധ കാര്യങ്ങൾ നൽകും. ചിലപ്പോൾ അയാൾ ദുരാത്തിൽ നിന്നും അല്ലാഹു കൊടുക്കൂല, പക്ഷെ അയാൾക്ക് ഹൈറിൽ ഇങ്ങനെ കൊടുത്തോളൂ. ചിലപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെ കുറെ ഉസ്താദന്മാരെ കൊണ്ട് ഷാദിലി കൊടുത്താലും കൈപ്പിട്ടുന്നുണ്ടോ, അയാൾക്ക് എങ്ങനെയാണെന്ന് കൊടുക്കില്ല. ഇമാം ആദാബിൽ പോയി പറയുന്നു, എന്ത് കളിച്ചാലും പാട്ടത്തോട്. പിന്നെ പൊതുവെ പ്രവാസികൾക്ക് ഒരു അസുഖമുണ്ട്. ഒമാൻ എല്ലാത്ത പ്രവാസികളെ കുറിച്ചാണ് പറയേണ്ടത്. കാരണം ഞാൻ ദിവസം കൂടിയിട്ടുണ്ട്. എന്താ അസുഖം? എന്തെങ്കിലും കച്ചവടത്തിൽ ചെറിയൊരു ശ്രദ്ധ വന്നാൽ ഞാനിപ്പോ അടുത്തുള്ളവർ ചോദിച്ചു, നമുക്ക് ഈ മാത്രം കുറച്ച് സമയം ചെയ്യാൻ എപ്പോഴും ഫലസ്കാര ശേഷം ഔറാദുകളൊക്കെ കഴിഞ്ഞാൽ സൂറത്തുൽ ഫലക്കും അതെന്റെ ഏറ്റവും വലിയ കാവലായി നമ്മളെ എല്ലാ സർവ്വവും കാട്ടട്ടെ. അയാൾക്ക് കച്ചവടത്തിൽ കിട്ടിയാൽ
ചിലപ്പോൾ അള്ളാഹുവിനെ മറന്നു പോകുന്നില്ല കിട്ടാൻ സാധിക്കുന്നത് അള്ളാഹു നോക്കി. അത് നല്ലൊരു പെണ്ണന്വേഷണം വന്ന് എല്ലാവരും നല്ല അഭിപ്രായം പക്ഷേ അത് കിട്ടാവില്ല. ആ ഒരു ഗതോട് ആ പെണ്ണിനെ കെട്ടിയ ജീവിതം നശിച്ചു പോകും. കാരണം അള്ളാഹു നോക്കി. അതാണ് നമ്മളെ ചിലപ്പോൾ അമ്മ മക്കളെ കൊടുക്കില്ല. അത് കാട്ടിലായിരിക്കും അതൊക്കെ ഹൈറെന്നെങ്കിൽ പറയാം കിട്ടും എന്നല്ലാതെ ഹൈറാണെങ്കിൽ الإمام الغزالي رضي الله عنه عن مقصد الحسنى في شرح أسماء الحسنى അതാണ് അടുത്തുള്ളതാണ്. നാലാമത്തത് അയാൾ ചെയ്യണ്ട എന്ന് വിചാരിച്ച് അയാളെ കൊണ്ടപ്പോൾ ചെയ്യിപ്പിക്കും. അങ്ങനെ ഉണ്ടാവില്ല. അയാളെ ഇവാൾക്ക് വാശി കൊണ്ട് ചെയ്യേണ്ടതൊന്നും തീരുമാനിച്ചല്ല. എന്നാലും അയാളെ ചെയ്യാം. എന്നാലും ഇവാൾക്ക് അയാളെ കൊണ്ടപ്പോൾ ചെയ്യിപ്പിക്കും. ഉദാഹരണം പറഞ്ഞാൽ പൊതുവെ മുമ്പ് രണ്ട് മനുഷ്യരായി വളരെ കേട്ട് അടുത്തുപോയി അവളെ തീരുമാനിച്ച് നന്നായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്ന സബ്ജക്റ്റിനെ എല്ലാം വൃത്തിയിൽ പോകുമ്പോൾ അവര് അയാളെ അള്ളാഹുവിനെ പടിപടിയായി പഠിപ്പിക്കുന്ന പൊതുവെ ഹദ്ദാദിലാണ്. ചില വാശിയൊന്നും ഉദ്ദേശിക്കില്ല. പല നാട്ടിൽ പരിപാടിയുടെ ഭാഗമായിട്ട് 2-3 സമ്മാനങ്ങൾ കൊടുക്കാൻ നമ്മളോട് ഇറങ്ങുമ്പോൾ പിന്നെ പ്രവാസി എന്ന അർത്ഥത്തിൽ ഒരു ആശംസ അറിയിക്കാൻ നമ്മൾ ആശംസ ലെവലാക്കി മനസ്സോട് കൂടുതൽ ഉഷാറാക്കി 9 എത്താനാണ് 9 അപ്പൊ നമ്മളോട് പരിപാടി കുറച്ച് വലിയ ആൾക്കാരെ സ്റ്റേജിൽ എത്തിയ പോകാൻ الفاتحة أبي على ذلك دار الجودي جودي كل ما يكون سيدا بابا تروحهم يا ذا الجلال والإكرام هذا باقي لو يكرهون يكرهون ده أنا أدري بيرسل تقول أيهو يادن جلالي لما يكرهين أحسن دارو أدري ما حديث أدري ഏത് മുന്നേ ആശംസ രണ്ടു ദിവസം എനിക്ക് മുമ്പിൽ പൊതുവെ പിന്തുണ സ്ഥിരിക്കാറൊന്നുമില്ല. ഭാഷയൊന്നുമല്ല അല്ലെങ്കിൽ ഈ 16 വയസ്സ് മുതൽ 24 വയസ്സ് വരെ അനുയായികളും നടന്ന അപ്പോൾ ഒരു ചാണകപ്പെടുത്തുമ്പോഴും അഞ്ചാമത്തതാണ് ശ്രദ്ധേയമായി ഒരാൾ അടുത്തതായി കഴിഞ്ഞാൽ അയാൾ അള്ളാഹു പിന്നെ ചെയ്യുന്നത് അയാളുടെ വയറ്റിലെത്തുന്ന ഫുഡ് അതിസൂക്ഷ്മമായ ഫുഡ് മാത്രമേ അവലംബിക്കൂ. ഫ്രഷാണ് എന്ന് നമുക്ക് ഫ്രഷിന്റെ സ്പെല്ലിംഗ് ആയിരുന്നു. അപ്പൊ അയാൾ ഫ്രഷിന്റെ സ്പെല്ലിംഗ് ശരിക്കും അപ്പുറത്തുനിന്ന് ഒരാൾ ബ്രോസ്റ്റ് കഴിക്കുന്നത് പിന്നെ ചില മജീസിൽ അയാൾ പോയാല് ഞാൻ പറയുന്ന പോലെ കിട്ടുന്നത് അയാൾ കുറച്ച് കാലം ശരിക്കും സൂക്ഷ്മത പുലർത്തിയൊക്കെ ചില മജീസിൽ പോയാൽ അവർ പെൺകണ്ടാണ് അയാൾക്ക് എന്ന ഭാവം തോന്നിപ്പിച്ചു. ഉദാഹരണത്തിന് അങ്ങനെ ഒരാളെ സൽക്കരിച്ചപ്പോൾ കുമ്പളങ്ങൾ നല്ലോണം
വൈഫോ എവിടെ നമ്മൾ വൈഫിനോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളെ കിച്ചണില് ഒരു കുമ്പളത്തിന്റെ പകുതിയെ ഉണ്ടായിട്ടുള്ളൂ, മഹദൂമങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് അധികം ഉണ്ടാകുന്നത് തോന്നിപ്പിക്കാൻ ഞാൻ അപ്പുറത്തെ പറഞ്ഞത് രണ്ടു മൂന്ന് ചോദിക്കാൻ വിചാരിച്ചതാണ്. അതാണ് ഓർക്കാൻ മനസ്സിലായത്. മഹാനവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹലാലല്ലാത്തതാണെങ്കിൽ റെഡ് സിഗരറ്റ് പോലെ കണ്യമാണ്. ബ്ലഡിന്റെ ഒരു ചാണെടുത്തപ്പോ ഒരു ചാണെടുത്തല്ലേ ഒരു ഹലാലല്ലാത്തത് അവിടുത്തെ തടികയിലുണ്ടെങ്കിൽ വിരലിനെ വിയർപ്പ് വരും. സാധാരണ വിരലിന്റെ ഉള്ളിൽ വിയർപ്പൊന്നുമില്ല, സാധാരണ അതിങ്ങനെ വിയർപ്പ് ഒരു ചാണെടുത്തപ്പോൾ ക്ലാസ് അവസാനിക്കുന്നു. ആളെ വെട്ടലും ചെയ്യാം, അയാൾ ശരിയില്ല മറ്റേ ശരിയില്ല നിർത്തിയിട്ട് നമ്മളെ വയറ്റിനുള്ളിൽ മുഴുവൻ വിരസാണെന്ന് തിരിച്ചറിയുകയും നമ്മൾ തിന്ന ഒരു സാധനം, ഒരു ചിക്കൻ്റെ ഒരു അൽഫാം ഒരു സാധനം രാവിലെ പള്ളിക്കുള്ളിൽ എടുത്താൽ അതിന്റെ വാസന പറയുമ്പോൾ നമ്മൾ ദുർബലനാണെന്ന് തിരിച്ചറിയുന്നത്. ജനിക്കുന്നതിനുള്ള ബീജത്തിന്റെ മരിച്ചു കഴിഞ്ഞിട്ട് പൊടി മാറുന്ന ഉടരണം. ജീവിക്കുന്നതാണ് കഫം, മൂത്രം, കഫം, ജലം, ഇതൊക്കെ കേൾക്കുന്ന ഒരു സംഗതിയാണ്. നമുക്ക് വലിയ സംഗതികളൊന്നും, വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ പർച്ചേസിന് ചെന്ന ഒരു കോടീശ്വരൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2-5 അയാളെ സ്റ്റാഫ് താങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരുക്കം കൊടുക്കുമ്പോഴാണ് വണ്ടി ഇല്ലാന്ന് കാണുന്നത്. അയാളെ ഓടി വണ്ടി അൺലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം എങ്ങനെയാണെന്നായിരിക്കും അറിയുന്നത്. ലോക്കാണ് വിളിച്ചത്. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യുന്നത് ബേജാറിലെത്തുമ്പോഴാണ് ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അതിന്റെ ഗോഡൌണിലേക്ക് പൈനാപ്പിൾ കൊണ്ടുവരാൻ ഒരു അതിനെ പിടിച്ചിട്ട് ഈ പൈനാപ്പിളൊക്കെ ഒന്ന് മടക്കിയിട്ട് ഈ കോടീശ്വരനായി ഓണ്ടിയാണ് അയാൾ മരിച്ചത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്കിപ്പോ പല പനിയോ മറ്റോ വന്ന് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് പോയി ഡോക്ടർമാര് പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോ ടെസ്റ്റ് institution of cancer center പിന്നെ അങ്ങനെ ലാസ്റ്റ് സീൻ കൂടെ അനുഭവിച്ചൊരു കാര്യം. അതാണ് തുടക്കം നന്നായാല് ആ വർഷത്തിന്റെ ഉറക്കം വരെ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. താഴ്മാർ പറഞ്ഞാൽ പ്രസിദ്ധത്തിൽ വിനീതനായ ഞാൻ പറഞ്ഞുകൊണ്ട് കഥയാണ്. അത് ഉള്ളിലാണ് വിനീതനാണ്. ആരഭിപ്രായം പറഞ്ഞാലും അതൊരു മൂവിന്റെ നാവുന്ന അഭിപ്രായമല്ലേ എന്ന വിഷയത്തിൽ അതാണ് പറഞ്ഞത്. ആരെ കണ്ടാലും വിചാരിക്കുക അയാളാണ് എന്നെ കണ്ടത്. ആരെ കണ്ടാലും ഭാര്യനെ കണ്ടാലും എന്റെ അത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. പ്രായം ഒരാളെ കണ്ടാവില്ല അയാൾ എന്തായാലും എന്നെ ചെറിയ ഒരു കുട്ടിനെ കണ്ടാ വിചാരിക്കുക ഇയാളെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ഇത് പൂച്ചയെ കണ്ടാ വിചാരിക്കും പൂച്ച തെറ്റിപ്പോലാണോ. നമുക്ക് ആശയം ഒരു നായനെ കണ്ടെത്തുന്ന ഈ നായ നല്ല ഷുവറാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരാളും ചിലപ്പോ നമുക്ക് ഏതെങ്കിലും രാജ്യക്കാരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്കാരെ തകർന്നു വലിയൊരു സൂഫിയുടെ ബിസിനസ് മുക്കി വരാനോട് എന്ന് പറഞ്ഞപ്പോൾ 7 കൊല്ലത്തിനുള്ളിൽ ആ സൂഫിന്റെ മുഴുവൻ ബിസിനസ് ഉള്ള സ്ഥലത്ത് ജയിലിൽ കൊണ്ടുവരും. കടക്കാർ വീട്
ഒരു മുഅ്മിൻ തുടരും. ഒരു മുഅ്മിൻ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുഅ്മിനെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കില്ല. കാരണം എന്റെ നാവും ദീനും വരലും ഞാൻ തൊട്ടിട്ടില്ല. ഏതാണ് നാവും ദീനും? മാതറത്തു അലൈഹി മുൻദു അലിംതു അന്ന ഗീബത്ത ഹറാം. എന്താ ഒരു മനുഷ്യൻ എന്റെ നാവും തൊട്ടിട്ടില്ല. ഇനി ഏതൊരു ആണുങ്ങളുടെ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടുപോയാൽ ശരിയുള്ളത് പറയാം, ഞാനൊരു പുറത്തോട്ട് വേഗം മറിച്ചു എന്നിട്ട് ഞാൻ കണ്ടത് മറ്റൊരു ഒമാനത്ത് പോയില്ലേ, അതെ ചെറിയൊരു ഇഷ്യൂ ആദ്യം അങ്ങനെ ചേമ്പ് പിടിക്കട്ടെ എന്താ സംഭവം പിന്നെ ഇങ്ങനെ ദൈവത്തിന്റെ ദൈവത്തിൽ പറഞ്ഞ സാർവാ മനുഷ്യന്മാരെ പറഞ്ഞു. ഇനിയിപ്പോ ഒരു റോങ് സൈഡിൽ വണ്ടി വന്നു വിചാരിക്കും, നമ്മൾ വണ്ടി നിർത്തിയിട്ട് അയാളോട് കുറച്ച് കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ കേട് നോക്കിയിട്ടാണ് വണ്ടി ഓടിച്ചിട്ട് പറഞ്ഞാൽ ഇനി ഏത് ചെയ്യാമെന്നാണ് അയാളെ കണ്ട് ഒറ്റപ്പെടുത്തി. അതുകൊണ്ട് ആരെയും തൊടാതെ നമ്മൾ ഏതായാലും ആഗ്രഹത്തിൽ രക്ഷപ്പെടുവോ ഇല്ലയോ പേടിച്ച് ജീവിച്ച് അൽ കയ്യിസു ആ ഹദീസിനെ വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചത് അവസാനിപ്പിക്കാൻ. അൽ കയ്യിസു മൻ കാന നഫ്സഹു സ്വന്തത്തെ വിചാരണ മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് വഴിയെടുക്കുകയും ചെയ്യാം. ഹദീസിനെ ക്ലാസ് എടുക്കുന്നത് വരുന്ന ഇജാബത്ത് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം സജീവമായി വാസലോകത്തുള്ള ഏറ്റവും വലിയ തൗഫീഖ് തന്നെ കൂടുതൽ സമയം സംഘടനാ സജീവ സാന്നിധ്യത്തിൽ നമുക്കുണ്ടാകാൻ കഴിയും. സ്ഥാപന പ്രവർത്തനങ്ങളിലും ഹിദമത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ആണ്ടുകാലം